പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല രാത്രി നമുക്ക് ഒരുമിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ശബ്ദപരിധിയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന, എന്നെ കാണുന്ന എല്ലാ ശ്രോതാക്കൾക്കും, എൻ്റെ എല്ലാ കൂട്ടുപ്രവർത്തകർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഈ സന്ദേശം ശ്രദ്ധിക്കുവാൻ, കാണുവാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്കൊരുമിച്ച് അല്പസമയം ഒരു വേദവാക്യം വായിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് ഇന്ന് രാത്രിയിലെ തിരുവചന ഭാഗം നമുക്ക് ആരംഭിക്കാം. അതിന് ആധാരമായിട്ട് സംഖ്യാപുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 50-ാമത്തെ വാക്യം ഞാൻ ശബ്ദമുയർത്തി വായിച്ച് നമുക്ക് ആരംഭിക്കാം. പിന്നെ അഹരോൻ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ മോശയുടെ അടുക്കൽ മടങ്ങി വന്നു. അങ്ങനെ ബാധ നിന്നുപോയി. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, അനുഗ്രഹീതമായ നല്ല രാത്രിയിൽ ഞങ്ങൾ വായിച്ച ദൈവത്തിൻ്റെ തിരുവചന ഭാഗങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ, അങ്ങയുടെ അഭിഷിക്ത ദാസന്മാരാൽ, അങ്ങയുടെ മക്കളായ ഞങ്ങൾക്ക് വേണ്ടി എഴുതപ്പെട്ട തിരുവചനം വായിക്കുവാൻ കൃപ നൽകിയല്ലോ. സ്വർഗത്തിൽ സ്ഥിരമാക്കപ്പെട്ടതും ജീവനും ചൈതന്യവും നൽകുന്നതും പാറയെ തകർക്കുന്ന ചുറ്റികയായ അഗ്നിയായ വചനം ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് വായിക്കുവാൻ കൃപ നൽകിയ ദൈവമേ, ആ വചനത്തിൻ്റെ മർമ്മങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. അത് ഗ്രഹിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ദൈവത്തിൻ്റെ തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവേ, അതിന് നാവിനോട് കൂടെ ഇരിക്കണമേ. ദൈവഹിതമല്ലാത്ത ഒരു വാക്ക് പോലും അതിന് നാവിൽ നിന്ന് പുറപ്പെടരുതേ. ലോകവ്യാപകമായി ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന അങ്ങയുടെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജനം സകലത്തിലും അനുഗ്രഹിക്കപ്പെടുവാനിടയാകണമേ. ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന ജനം, ഞരക്കത്തിലൂടെ കടന്നു പോകുന്നവർ, കോവിഡിന്റെ പ്രതിസന്ധി അനുഭവിക്കുന്നവർ, ശാരീരിക രോഗത്താൽ ഭാരപ്പെടുന്നവർ, ജോലി നഷ്ടപ്പെട്ട നിരാശയിലും ദുഃഖത്തിലും ഇരിക്കുന്നവർ, വിവിധ കോഴ്സുകൾ പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, കർത്താവേ, ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന അങ്ങയുടെ ജനത്തിന്റെ എല്ലാ ഭാരങ്ങളും, എല്ലാ ആവശ്യങ്ങളും, എല്ലാ വേദനകളും അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശകൾ മാറട്ടെ, അസമാധാനങ്ങൾ മാറട്ടെ, ആത്മഹത്യ ചിന്തകൾ മാറിപ്പോകട്ടെ. ഓരോ ഭവനങ്ങളിലും ദൈവ സാന്നിധ്യം ഇറങ്ങണമേ. കർത്താവേ, ശബ്ദം കേൾക്കുന്ന ഓരോ കാതുകളിലും ദൈവശബ്ദമായിട്ട് ഇത് മുഴങ്ങട്ടെ. കർത്താവേ, അങ്ങയുടെ തിരുനാമം മഹത്വമെടുക്കണമേ. തുടർന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കും, ദൈവകൃപ പകരും, ദൈവദൂതന്മാർ ഇറങ്ങി ശുശ്രൂഷിക്കുന്ന അനുഭവം ഉണ്ടാകും. രക്ഷിക്കപ്പെടുവാനുള്ളവരുടെ സേവകാത്മാക്കളായ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി വന്ന് ശുശ്രൂഷിക്കണമേ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജനഹൃദയങ്ങളിൽ ഇടപെടണമേ. കേൾക്കുന്ന എല്ലാവർക്കും ആത്മീക വളർച്ചയ്ക്ക്, രോഗശാന്തിക്ക്, ദൈവിക വിടുതലിന്, ദൈവിക നന്മയ്ക്ക്, അഭിഷേകത്തിന് കാരണമാക്കി ദൈവം തീർക്കണമേ. വിശ്വാസത്തിൽ ധൈര്യവും ഉറപ്പും നൽകണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ, ആമേൻ. നാം ഇന്ന് രാത്രിയിൽ ചിന്തയ്ക്ക് ആധാരമായി വായിച്ച ദൈവത്തിൻ്റെ തിരുവചനം സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 50-ാമത്തെ വാക്യമാണ്. പിന്നെ അഹരോൻ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ മോശയുടെ അടുക്കൽ മടങ്ങി വന്നു. അങ്ങനെ ബാധ നിന്നുപോയി. പിന്നെ എന്നുള്ള ഒരു പദമാണ് നമ്മൾ ഇന്ന് രാത്രിയിൽ ചിന്തിക്കുവാൻ ഇടയായിത്തീരുന്നത്. ഇവിടെ ഒരു ബാധയെക്കുറിച്ച് നമ്മൾ ഇന്ന് രാത്രിയിൽ കാണുകയാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂ യാത്രയിൽ ആ കനാനിലേക്കുള്ള, പാലും തേനും ഒഴുകുന്ന കനാനിലേക്കുള്ള യാത്രയുടെ മധ്യത്തിലുള്ളൊരു അനുഭവമാണ് നമുക്ക് ഇന്ന് രാത്രിയിൽ ചിന്തിക്കുവാൻ ഇടയായിത്തീരുന്നത്. നമുക്കറിയാം, 430 സംവത്സരം മിസ്രയീമിൽ അടിമകളായി കിടന്നിരുന്ന, പ്രവാസികളായിരുന്ന ഇസ്രായേൽ ജനത്തെ മോശ മുഖാന്തരം ദൈവം വിടുവിക്കുവാൻ, വീണ്ടെടുക്കുവാൻ പദ്ധതികളെ ഒരുക്കുകയാണ്. കത്തുന്ന മുൾപ്പടർപ്പിൽ ഇറങ്ങി വന്ന് കത്താത്ത മുൾപ്പടർപ്പിൽ തീയുടെ നടുവിൽ നിന്നുകൊണ്ട് മോശയോട് സംസാരിച്ച് മോശയെ തിരഞ്ഞെടുത്ത്, മോശയ്ക്ക് ദൈവം യോഗം കൊടുത്ത്, അഭിഷേകം കൊടുത്ത്, ഞാൻ നിന്റെ അതിരത്തോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ് മിസ്രൈമിലേക്ക് പുറപ്പെടുവിച്ച്, ഫറവോന്റെ ഹൃദയം കഠിനമായപ്പോൾ ബാധകൾ അയച്ച് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും തൻ്റെ ജനത്തെ തൻ്റെ വാഗ്ദത്തങ്ങളിലേക്ക് വിടുവിച്ച് കൊണ്ടുവന്ന ദൈവം മോശയെയും അഹറോനെയും, അത് ഇടയന്മാരായി ഇസ്രായേൽ ജനത്തിനും നിയോഗിച്ച ദൈവം, അങ്ങനെ ആ ഇസ്രായേൽ ജനം അഹറോന്റെയും മോശയുടെയും നേതൃത്വത്തിൽ അവരുടെ കരങ്ങളിൽ വിടുവിക്കപ്പെട്ട് കനാനിലേക്ക് യാത്ര പോകുകയാണ്. ആ യാത്ര പോകുന്ന മധ്യയിൽ
ആദ്യം ചെങ്കടൽ പിളർന്നൊക്കെ കണ്ടു. നല്ല വിശ്വാസമായിരുന്നു, നല്ല സന്തോഷമായിരുന്നു. മിരിയാമും സൈന്യവും ഒക്കെ തപ്പെടുത്തു, നൃത്തം ചെയ്തു. കാരണം എന്താ? ഒരു രാത്രി കൊണ്ട് 6 ലക്ഷം പുരുഷന്മാരടങ്ങുന്ന ജനം കടക്കത്തക്ക രീതിയിൽ, നടന്നു പോകത്തക്ക രീതിയിൽ ഉണങ്ങിയ നിലമുണ്ടാക്കി, ഉണങ്ങിയ റോഡുകൾ ഉണ്ടാക്കി ചെങ്കടലിലൂടെ ഇസ്രായേൽ ജനത്തെ ആ മരുഭൂമിയിലേക്ക് പ്രവേശിപ്പിച്ചപ്പോൾ, അല്ലെങ്കിൽ അക്കരയ്ക്ക് കിടത്തിയപ്പോൾ ജനത്തിന് നല്ല സന്തോഷമായിരുന്നു. യഹോവ നല്ലവനെന്നൊക്കെ പറഞ്ഞ് പാട്ടുകളൊക്കെ പാടി നൃത്തം ചെയ്ത്, തപ്പെടുത്ത് കൊട്ടി നൃത്തം ചെയ്തൊക്കെ മിരിയാമും സൈന്യവും ഇസ്രായേൽ ജനവും സന്തോഷത്തോടെ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ കുറച്ച് നാളുകളൊക്കെ കഴിഞ്ഞപ്പോൾ അവരുടെ വിശ്വാസത്തിന് പിന്നെയും മങ്ങലുകൾ കടന്നു വന്നു. അവരുടെ ആവശ്യങ്ങൾ നടക്കാതെ വന്നപ്പോൾ കഴിക്കുവാൻ ആഹാരം എവിടുന്ന്, വെള്ളം എവിടുന്നൊക്കെ ചോദിച്ച് വിശ്വാസത്തിൽ പല തകർച്ചകൾ കടന്നു വന്നു, വാക്കുകളിൽ പല കുറവുകൾ കടന്നു വന്നു. എന്നാൽ ദൈവം അവിടെയും നിവർത്തിച്ച് ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ അത്ഭുതകരമായി മന്ന കൊടുത്ത്, വെള്ളം കൊടുത്ത് നടത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്, ഈ 16-ാം അധ്യായത്തിൻ്റെ തുടക്കം മുതൽ കോരഹപുത്രന്മാരുടെ ജീവിത അനുഭവമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ പശ്ചാത്തലം നമ്മൾ ചിന്തിക്കുമ്പോൾ മോശയോട് കൂടെ പുറപ്പെട്ടു വന്നിരുന്ന ആലയത്തിലെ സമാഗമന കൂടാരത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വിഭാഗം, പുരോഹിത ശുശ്രൂഷയല്ല, എന്നാൽ നമുക്കറിയാം ആലയത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടതായിരിക്കുന്ന ഒരു വിഭാഗം കോരഹപുത്രന്മാരെ കുറിച്ച് നമുക്കവിടെ കാണുവാനുണ്ട്. കോരഹിൻ്റെ മകനായ ഇസഹാറിൻ്റെ മകൻ കോരഹ്, രൂബേൻ ഗോത്രത്തിൽ ഏലിയാബിൻ്റെ പുത്രന്മാരായ ദാദാൻ, അബിരാം, അങ്ങനെ തുടങ്ങിയ കുറച്ച് വിശുദ്ധന്മാരെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ മോശയ്ക്ക് വിരോധമായിട്ട് കൂട്ടം കൂടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പോൾ കോരഹ്, ദാദാൻ, അബീരാം എന്നിവർ മോശയ്ക്ക് വിരോധമായിട്ട് ഗൂഢാലോചനകൾ നടത്തി. സഭയിലെല്ലാവരും ശുദ്ധീകരിക്കപ്പെട്ടവരാണ്. അത് നീ മാത്രമല്ല മോശെ, അഹറോൻ മാത്രമല്ല, മോശ മാത്രമല്ല എന്നൊക്കെ പറഞ്ഞ് അവർക്ക് വിരോധമായി കൂട്ടം കൂടി അവർക്ക് വിരോധമായി സംസാരിച്ചു. അങ്ങനെ ദൈവം അവിടെ ഇടപെടുവാനിടയായി തീർന്നു. മോശയോട് ദൈവം പറഞ്ഞു, അവരുടെ ഇടയിൽ നിന്നും മാറി നിൽക്കുവാൻ ജനത്തോട് പറയണം. അപ്പോൾ അവിടെ 16-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ നമുക്കാണ്, യഹോവ മോശയോടും അഹറോനോടും ഈ സഭയുടെ മധ്യം നിന്നും മാറിപ്പോകുവിൻ, ഞാൻ അവരെ ക്ഷണത്തിൽ സംഹരിക്കും എന്ന് കൽപ്പിച്ചു. അപ്പോൾ അവർ കവിണ് വീണു. സകല ജനത്തിൻ്റെയും ആത്മാക്കൾക്ക് ഉടയവനാകുന്ന ദൈവമേ, ഒരു മനുഷ്യൻ പാപം ചെയ്തതിന് നീ സർവ്വസഭയോടും കോപിക്കുമോ എന്ന് പറഞ്ഞു. അതിന് യഹോവ മോശയോട്, കോരഹ്, ദാദാൻ, അബീരാം എന്നിവരുടെ വാസസ്ഥലത്തിൻ്റെ ചുറ്റിൽ നിന്നും മാറിക്കൊള്ളുവിൻ എന്ന സഭയോട് പറക എന്ന് കൽപ്പിച്ചു. നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. മോശ നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ്, സൗമ്യനായ ഒരു മനുഷ്യനാണ്, വിശ്വസ്തനായ ഒരു മനുഷ്യനാണെന്ന് മോശയുടെ ജീവിതം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. അത് എബ്രായ ലേഖനത്തിൽ എടുത്ത് എബ്രായ ലേഖനകർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ മോശയുടെ ഒരു കാര്യം നമ്മൾ ചിന്തിച്ച് നോക്കണം. മോശ കനാൻ ദേശം പ്രവേശിച്ചില്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെയാണെങ്കിൽ മോശ ഇസ്രായേൽ ജനത്തെ പുറപ്പെടുവിച്ച് കൊണ്ടുവരുമ്പോൾ, പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം വായിക്കുമ്പോൾ, ആ മലയിലേക്ക് മോശയെ ദൈവം വിളിച്ചു കയറ്റിയപ്പോൾ അഹറോന്റെ അടുക്കൽ ഇസ്രായേൽ ജനം ഞങ്ങളെ നടത്തുന്നതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക എന്ന് ആവശ്യപ്പെടുകയും അഹറോന്റെ നിർദ്ദേശപ്രകാരം ആ സഹോദരിമാരുടെ കരങ്ങളിലുള്ള ആ കാതുകളിലുള്ള ആ വെള്ളിയും പൊന്നും കുണുക്കുകളുമൊക്കെ അഴിച്ച് അഹറോന്റെ കരങ്ങളിൽ കൊണ്ടുപോയി കൊടുത്തു. അത് തീയിലിട്ട് ഒരു കാളക്കുട്ടിയെ രൂപമുണ്ടാക്കി തോളിൽ വെച്ച് നൃത്തം ചെയ്ത് അത് സ്തുതിച്ച് അല്ലെങ്കിൽ ആഘോഷിച്ച് നടക്കുമ്പോൾ മോശ ഇറങ്ങി വന്നു. മോശ ഇറങ്ങി വന്ന് അവരോട് ക്രുദ്ധിച്ചു എന്ന് നമുക്കറിയാം. ദൈവം മോശയോട് പറയുന്നൊരു പദമുണ്ട്, എന്തെന്നറിയാമോ? മോശേ, ഞാൻ ഈ ജനത്തെ നശിപ്പിക്കും, നിന്നെ ഞാനൊരു വലിയ ജാതിയാക്കും, കാരണം നീ അനുസരണമുള്ളവനാ, നീ എൻ്റെ വാക്ക് കേട്ട് എന്നോട് കൂടെ നടക്കുന്നവനാ, അതുകൊണ്ട് ഞാൻ നിന്നെ കൈവിടത്തില്ല, ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കും. പക്ഷേ ഈ ജനത്തെ കണ്ട് നീ മുന്നോട്ട് പോകരുത്,
ഈ ജനം ദുശാഠ്യമുള്ള ജനമാണ്, ഇവരുടെ നടുവിൽ എനിക്ക് നടക്കാൻ കഴിയത്തില്ല, ഞാനിവരെ നശിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ മോശ പാപം നിഷ്കളങ്ക ഹൃദയത്തോടെ ഇടിവിൽ നിന്ന് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, നീ യഹോവയായ ദൈവമാണ്, അതുകൊണ്ട് മിസ്രൈംകാരിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുക, മിസ്രൈമിൽ നിന്നും പുറപ്പെട്ടു പോയ ജനം പാലും തേനും ഒഴുകുന്ന ദേശത്തിലേക്ക് യഹോവ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനം എന്തു പറയും? മിസ്രൈംകാരെന്തു പറയും? ഈ മോശ മുഖാന്തരം ജനത്തെ കൊണ്ടുപോയി, പക്ഷെ മരുഭൂമിയിൽ അവരുടെ ദൈവം അവരെ കൈവിട്ടു എന്നൊക്കെ പറയുന്നു. ദൈവത്തെ ബുദ്ധി പഠിപ്പിച്ച മോശ, ദൈവത്തെ പഠിപ്പിക്കാൻ പോയ മോശ, അവിടെ മോശയുടെ ജീവിതത്തിൽ എന്തു സംഭവിച്ചു? അവിടെ നിന്നും ചില പാഠങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. ദൈവം മോശയോട് പറഞ്ഞപ്പോൾ മോശ ദൈവത്തെ പഠിപ്പിക്കാൻ പോയി. നോക്കൂ, നമുക്കൊരിക്കലും ദൈവത്തെ പഠിപ്പിക്കാൻ കഴിയത്തില്ല. ദൈവം അത് ഇരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞൊരു കുശവന്റെ കയ്യിലെ കളിമണ്ണ് തനിക്ക് ഇഷ്ടമുള്ളതുപോലെ അവൻ പണിയും. പക്ഷെ കുശവൻ പണിയുന്ന സമയത്ത് ആ കളിമണ്ണ് കൊണ്ട് പണിയുന്ന ആ പാത്രം കേടുവന്നു പോയാൽ കുശവൻ എന്ത് ചെയ്യും? അതിനെ ചവിട്ടിക്കൂട്ടി ഉടച്ച് നുറുക്കി പിന്നെയും പണിയും. അത് കുശവന്റെ മേലിരിക്കുന്ന അധികാരമാണ്. സൃഷ്ടിതാവായ ദൈവത്തിന് നമ്മെ നിലനിർത്താനും നമ്മെ എടുക്കുവാനും ഒക്കെ അധികാരമുണ്ട്. അതൊരു മനുഷ്യന്റെ അധികാരമല്ല, അത് സൃഷ്ടിതാവിന്റെ അധികാരമാണ്. അപ്പോൾ ആ ഒരു യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവം ഓർമ്മപ്പെടുത്തുമ്പോൾ നാം ചിന്തിക്കണം, കുശവന് തൻ്റെ കരങ്ങളിൽ അധികാരമുണ്ട്. അത് തനിക്ക് ഇഷ്ടമില്ലാത്ത പാത്രത്തെ ഉടച്ച് ഇഷ്ടമുള്ളതുപോലെ രൂപപ്പെടുത്തുവാനുള്ള അധികാരമുണ്ട്. ഇവിടെ മോശ അതൊന്നും ചിന്തിച്ചില്ല. മോശ നിഷ്കളങ്കനായിട്ട് ഞാൻ വിടുവിച്ചു കൊണ്ടുവന്ന ജനമെല്ലാം കനാനിൽ എത്തണമെന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മോശയ്ക്കുണ്ടായിരുന്നു. കാരണം ദൈവത്തിൻ്റെ ശബ്ദം എന്താ? എൻ്റെ ജനത്തെ പാലും തേനും ഒഴുകുന്ന ദേശത്തിലേക്ക് ഞാൻ കൊണ്ടുപോകും, അതുകൊണ്ട് മോശെ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളൊരു വാക്കത്തെ ശബ്ദം കേട്ടിട്ടാണ് മോശയെ ദൈവം തിരഞ്ഞെടുത്തത്. അപ്പോൾ മോശ നിഷ്കളങ്കനായി എഴുതുന്നു. പക്ഷെ ദൈവം പറഞ്ഞു, ഇതാ നിന്റെ ജനം, നീ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ദൈവം മോശയുടെ കരങ്ങളിൽ അതെല്ലാം ഏൽപ്പിച്ചു. അപ്പോൾ ഇവിടെ സംഖ്യാപുസ്തകത്തിൽ മോശ പറയുന്നുണ്ട്, ആ ഭാരമെല്ലാം എനിക്ക് തന്നു, ഞാൻ എവിടെ നിന്നും എൻ്റെ ജനത്തിന് ആഹാരം കൊടുക്കും? ഇത്രയും ജനത്തിന് 6 ലക്ഷം കാലാളുകളുള്ള ഈ ജനത്തിന് ഞാൻ എവിടെ നിന്ന് ഇറച്ചി കൊടുക്കും? അവർ ഇറച്ചി ചോദിക്കുന്നു, അവർ വെള്ളം ചോദിക്കുന്നു, അവരപ്പം ചോദിക്കുന്നു. ദൈവം മുഴുവൻ ഭാരവും എൻ്റെ ചുമലിൽ വെച്ചിരിക്കുക, അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യും? എന്നെ അങ്ങോട്ട് എടുത്തോളാൻ മോശ പറഞ്ഞു. ഇവിടെ മോശയ്ക്ക് വേണ്ടി ദൈവം പല കാര്യങ്ങൾ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ചെയ്തു കൊടുത്തു. അപ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് 16-ാം അധ്യായം സംഖ്യാപുസ്തകം 16-ലും ഇതുപോലെ പല ആവർത്തി ജനത്തെ നശിപ്പിക്കാമെന്ന് ദൈവം വിചാരിച്ചപ്പോൾ മോശ ഇടിവിൽ നിന്ന്, ജനത്തിന് വേണ്ടി ഇടിവിൽ നിന്നു ജനത്തെ ദൈവം മോശയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയിരുന്നു. ഇവിടെ മോശയുടെ ജീവിതത്തിൽ നാം പഠിക്കേണ്ട ഒരു കാര്യം, മോശ 16-ാം അധ്യായത്തിലെ ഈ 16-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ മോശയോട് മത്സരിച്ച അല്ലെങ്കിൽ അഹരോട് മത്സരിച്ച ഈ 3 പേരെ കുറിച്ച് അവിടെ എടുത്തു പറയുന്നുണ്ട്. ഒന്ന് കോരഹ്, ദാദാൻ, അബീരാം. അപ്പോൾ ഇവരെ മോശയ്ക്ക് വിരോധമായി, അഹരോന് വിരോധമായി, സഭയ്ക്ക് വിരോധമായി ക്രുദ്ധിച്ചു, അവരോട് കലഹിച്ചു. അവരോട് പറഞ്ഞു, മതി മതി, സഭ ഒട്ടൊഴിയാതെ എല്ലാവരും വിശുദ്ധരാകുന്നു, യഹോവ അവരുടെ മധ്യയുണ്ട്, പിന്നെ നിങ്ങൾ യഹോവയുടെ സഭയ്ക്ക് മീതെ നിങ്ങളെ തന്നെ ഉയർത്തുന്നത് എന്ത് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ വാക്ക് കേട്ടോ, മോശ സഭയ്ക്ക് മീതെ തന്നെ ഉയർത്തുകയാണ്. മോശ വിശുദ്ധനാണെന്ന് പറയുന്നു, സഭ വിശുദ്ധരല്ല, അതുകൊണ്ട് സഭയെ മുഴുവൻ ശുദ്ധീകരിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും വിശുദ്ധരാണ്, ഞങ്ങളെല്ലാവരും ശുദ്ധരാണ്, മോശയും അഹരോനും സഭയ്ക്ക് മീതെ തന്നെത്താൻ ഉയർത്തുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവരുമായിട്ട് കലഹിക്കുമ്പോൾ മോശ പാപം കവിണ് വീണു. പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ട മോശയോട് ക്രുദ്ധിച്ച ജനത്തെ നശിപ്പിക്കുമെന്ന് യഹോവ പറഞ്ഞപ്പോൾ ഇവിടെ 20-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ 22-ാമത്തെ അധ്യായം വാക്യം, അപ്പോൾ അവർ കവിണ് വീണു, സകല ജനത്തിൻ്റെയും ആത്മാക്കൾക്കുടയവനാകുന്ന ദൈവമേ, ഒരു മനുഷ്യൻ പാപം ചെയ്തതിന് നീ സർവ്വസഭയോടും കോപിക്കുമോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ചിന്തിക്കണം, അപ്പോൾ അവരുടെ നടുവിൽ നിന്നും മാറിക്കോ, ഈ സഭയുടെ നടുവിൽ നിന്നും മാറിക്കോളാൻ പറഞ്ഞപ്പോൾ അപ്പോൾ മോശ ഇടിവിൽ നിന്നിട്ട് പറഞ്ഞു, എൻ്റെ ദൈവമേ, ഈ കോരഹും അബിരാമും ദാദാമും ഒക്കെ, കോരഹും ദാദാനും അബിരാമും മാത്രമാണ് പാപം ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യൻ്റെ ഈ പാപം നിമിത്തം ഇവരുടെ വാക്കുകൾ കൊണ്ട് സഭയെ മുഴുവൻ നീ നശിപ്പിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, അന്ന ഒരു കാര്യം ചെയ്യും. ദൈവത്തിൻ്റെ മോശയുടെ വാക്കുകളിൽ ദൈവം സഭയെ ഒഴിച്ചു. എന്നിട്ട് പറഞ്ഞു, കോരഹ്, ദാദാൻ, അബീരാം എന്നിവരുടെ വാസസ്ഥലത്തിൻ്റെ ചുറ്റും നിന്ന്
മാറിക്കൊള്ളുക എന്ന് പറഞ്ഞു. അത് മോശ സമ്മതിച്ചു. അവരുടെ അടുക്കൽ നിന്നും മാറുവാൻ സഭയോട് ആവശ്യപ്പെട്ടു. എല്ലാ സഭയും മാറുവാനിടയായി തീർന്നു. എന്നാൽ മോശയുടെ വാക്കുകൾ പറഞ്ഞു തീർന്ന സമയത്ത് തന്നെ ആ കോരഹ് പുത്രന്മാരുടെ ആ പാളയത്തിൽ അതിൻ്റെ താഴെയുള്ള ഭൂമി പിളർന്നു. അവരെ ജീവനോടെ വിഴുങ്ങിക്കളഞ്ഞു. അവർ ഭൂമിക്ക് അടിയിലായി പോയി. അവരങ്ങനെ ഇല്ലാതെയായി. ജനമെല്ലാം ഭയപ്പെട്ടോടി. അവിടെയുള്ള ലേവി കുടുംബങ്ങൾ, ലേവിയരും ഞങ്ങളെയും ഭൂമി നശിപ്പിക്കുവാൻ ഇടയാകാതെ വണ്ണം ഓടിപ്പോകുക എന്ന് പറഞ്ഞ് ഓടിപ്പോയി. അതിനുശേഷം അവിടെ നമുക്ക് കാണുവാനിടയിരുന്നത് സഭ പിറ്റന്നാൾ 41 വാക്യം, ഏതിനു വേണ്ടി മോശ ഇടിവിൽ നിന്നുവോ, ആർക്ക് വേണ്ടി ഇടിവിൽ നിന്നുവോ അതേ സഭ പിന്നെയും എന്ത് ചെയ്യുന്നു? മോശയ്ക്ക് വിരോധമായി എഴുന്നേൽക്കുകയാണ്. അവിടെ പിറ്റന്നാൾ ഇസ്രായേൽ മക്കളുടെ സഭയെല്ലാം മോശയ്ക്കും അഹറോനും വിരോധമായി പിറുപിറുത്തു. നിങ്ങൾ യഹോവയുടെ ജനത്തെ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞു. കേൾക്കണമേ, മോശയ്ക്ക് വിരോധമായി എഴുന്നേറ്റ ആ ജനത്തെ, അവരെ മാത്രമല്ല സഭയെ മുഴുവൻ നശിപ്പിക്കുവാൻ ദൈവം പദ്ധതി ഒരുക്കിയപ്പോൾ ഇടിവിൽ നിന്നത് മോശയും അഹരോനുമാണ്. മോശ കവിണ് വീണു, ദൈവത്തിന്റെ മുമ്പിൽ നിലവിളിച്ചു. ഒരു മനുഷ്യൻ പാപം ചെയ്തതിന് ദൈവമേ നീ എന്തിനാ സഭയെ മുഴുവൻ നശിപ്പിക്കുന്നത്, സഭയെ മുഴുവൻ ശിക്ഷിക്കുന്നത് ചോദിച്ച് ഇടിവിൽ നിന്ന മോശയുടെ വാക്ക് കേട്ട് സഭയെ രക്ഷിച്ച ദൈവം. എന്നാൽ അതേ സഭ പിന്നെയും പറയുകയാണ്, മോശയും അഹറോനും ദൈവത്തിന്റെ ജനത്തെ കൊന്നുകളഞ്ഞു എന്ന്. ദൈവം സഹിച്ചില്ല, ദൈവത്തിന് സഹിച്ചില്ല തന്റെ ദാസന്മാർക്ക് വിരോധമായി വിരൽ ചൂണ്ടുന്നത്, തന്റെ ദാസന്മാർക്ക് വിരോധമായി ക്രുദ്ധിക്കുന്നത്, തന്റെ ദാസന്മാർക്ക് വിരോധമായി എഴുന്നേറ്റ് പ്രവർത്തിച്ചത് ദൈവത്തിന് ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ല, സഹിക്കാൻ കഴിഞ്ഞില്ല. ദൈവം മോശയോട് പറയുന്നൊരു കാര്യമുണ്ട്. ഇങ്ങനെ മോശയ്ക്കും അഹരോനും വിരോധമായി സഭ കൂടിയപ്പോൾ അവർ സമാഗമന കൂടാരത്തിന്റെ നേരെ നോക്കി. മേഘം അതിനെ മൂടി യഹോവയുടെ തേജസ്സും പ്രത്യക്ഷമായിരിക്കുന്നത് കണ്ടു. മോശയ്ക്കും അഹരോനും വിരോധമായി ഒരു വാക്ക് പറഞ്ഞപ്പോൾ സമാഗമന കൂടാരത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി, ദൈവത്തിന്റെ തേജസ് ഇറങ്ങി, ദൈവം അവിടെ പ്രത്യക്ഷമാകുകയാണ്. അപ്പോൾ മോശയും അഹറോനും സമാഗമന കൂടാരത്തിന് മുമ്പിൽ ചെന്നു. യഹോവ മോശയോട്, ഈ സഭയുടെ മധ്യയിൽ നിന്നും മാറിപ്പോകുവിൻ, ഈ സഭയുടെ മധ്യയിൽ നിന്നും മാറിപ്പോകുവിൻ, ഞാൻ അവരെ ക്ഷണത്തിൽ സംഹരിക്കും എന്നരുളി ചെയ്തു. അപ്പോൾ അവർ കവിണ് വീണു. മോശ അഹരോനോട്, നീ ധൂപകലശമെടുത്ത് അതിൽ യാഗപീഠത്തിലെ തീയിട്ട് ധൂപവർഗവും ഇട്ട് വേഗത്തിൽ സഭയുടെ മധ്യേ ചെന്ന് അവർക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിയുക. ദൈവം കോപിച്ചപ്പോൾ മോശ അഹരോന് പറയുകയാണ്, നീ അവർക്ക് വേണ്ടി പോയി പ്രായശ്ചിത്തം കഴിയുക. അപ്പം മോശയുടെ ആ മനസ്സ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, മോശയുടെ ഹൃദയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, ആ സഭയ്ക്ക് വേണ്ടി അഹറോനെ ദൈവം അയച്ചു. പക്ഷെ ദൈവം അതിൻ്റെ ഇടയിൽ ചെയ്തൊരു പ്രവൃത്തി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യഹോവയുടെ സന്നിധിയിൽ നിന്നും ക്രോധം പുറപ്പെട്ടു, ബാധ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. മോശ കൽപ്പിച്ചതുപോലെ അഹറോൻ കലശമെടുത്തു സഭയുടെ നടുവിലേക്ക് ഓടി. ബാധ ജനത്തിൻ്റെ ഇടയിൽ തുടങ്ങിയിരിക്കുന്നത് കണ്ടു. ധൂപം കാട്ടി ജനത്തിനു വേണ്ടി പ്രായശ്ചിത്തം കഴിച്ചു. മരിച്ചവർക്കും ജീവനുള്ളവർക്കും നടുവിൽ നിന്നപ്പോൾ ബാധ അടങ്ങി. യഹോവയുടെ സന്നിധിയിൽ നിന്നും കോപം പുറപ്പെട്ട് ബാധ തുടങ്ങിയിരിക്കുന്നു. തുടങ്ങിയ ബാധ നിൽക്കാൻ വേണ്ടി അഹറോൻ, മഹാപുരോഹിതനായ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മഹാപുരോഹിതൻ, ഇതാ മരിച്ചവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും നടുവിൽ നിൽക്കുകയാ, പ്രായശ്ചിത്തം കഴിക്കുകയാണ്. അവർക്ക് വേണ്ടി ദൈവത്തിന്റെ മുമ്പിൽ പ്രായശ്ചിത്തം കഴിക്കുകയാ. അപ്പോൾ ദൈവത്തിന്റെ കോപം ജ്വലിച്ചപ്പോൾ ബാധ പുറപ്പെട്ടു തുടങ്ങി, ബാധ വ്യാപരിച്ചു തുടങ്ങി, ബാധ പ്രവർത്തിച്ചു തുടങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ സമയം ഇന്ന് രാത്രിയിൽ ലോകവ്യാപകമായിട്ട് ബാധ പൊട്ടിപ്പുറപ്പെട്ട് അനേകർ മരിച്ചു, അനേകർ ജീവന്റെയും മരണത്തിന്റെയും നടുവിൽ കിടക്കുന്നു, രോഗക്കിടക്കയിൽ കിടക്കുന്നു, അനേകർ മരിച്ചു ജീവിച്ചവരായിട്ട് ഇന്നും ജീവിക്കുന്നു. നമുക്കറിയാം, പഴയ നിയമത്തിലെ ബാധ പുറപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് പുറപ്പെട്ടു? യഹോവയുടെ സന്നിധിയിൽ നിന്നും കോപം പുറപ്പെട്ടു, ബാധ പുറപ്പെട്ടു തുടങ്ങി, ബാധ വ്യാപരിച്ചു തുടങ്ങുവാനിടയായി തീർന്നു. ബാധ ജനത്തിന്റെ ഇടയിൽ
തുടങ്ങിയത് കാണുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കേണ്ട ഒരു ചിന്താ വിഷയം, ലോക രാജ്യങ്ങളിൽ ബാധ പുറപ്പെടുന്നതിന് പിന്നിൽ ദൈവത്തിൻ്റെ ഒരു കരമുണ്ട്, ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. ഈ നാളുകളിൽ അത് തിരിച്ചറിഞ്ഞ് അനേകം മോശമാർ ഇടിവിൽ നിൽക്കുന്നത് കൊണ്ടാണ് പലരും ഈ കാലഘട്ടങ്ങളിൽ മരണത്തിൽ നിന്നും വിടുവിക്കപ്പെടുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. ഇവിടെ അഹരോൻ ഇടിവിൽ നിന്നു കഴിഞ്ഞപ്പോൾ, അത് ജനത്തിനു വേണ്ടി പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞപ്പോൾ, അത് ദൈവത്തിന്റെ കോപം അടങ്ങി, ബാധ അവസാനിച്ചു. അവിടെ നമ്മൾ കാണുന്നുണ്ട്, അതെ, അവർ മരിച്ചവർക്കും ജീവനുള്ളവർക്കും നടുവിൽ നിന്നപ്പോൾ ബാധ അടങ്ങി. കോരഹിന്റെ സംഗതി വശാൽ മരിച്ചവരെ കൂടാതെ ബാധയാൽ മരിച്ചവർ 14,700 പേരായിരുന്നു. അപ്പോൾ കോരഹിന്റെ മത്സരത്തിൽ മരിച്ചവരെക്കാൾ കൂടുതൽ ബാധയാൽ മരിച്ചവരായിരുന്നു. അപ്പോൾ ഇന്ന് രാത്രി നാം ചിന്തിക്കേണ്ട ഒരു വിഷയം, അത് യഹോവയുടെ സന്നിധിയിൽ നിന്നും അതെ കോപം പുറപ്പെട്ട് ബാധ പുറപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ബാധ വ്യാപരിച്ചു തുടങ്ങിയപ്പോൾ, അഹറോൻ ജനത്തിനു വേണ്ടി പരിഹാര മാർഗം നടത്തുവാൻ, പ്രായശ്ചിത്തം ചെയ്യുവാൻ അവരുടെ നടുവിലേക്ക് പുറപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ അത് പ്രായശ്ചിത്തം ചെയ്യുന്ന ദൈവജനം എഴുന്നേൽക്കട്ടെ. അത് 2 ദിനവൃത്താന്ത പുസ്തകം അതിൻ്റെ 7-ാം അധ്യായം 13-14 ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയാ: എൻ്റെ നാമം വിളിക്കപ്പെടുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുന്നെങ്കിൽ, തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞുകൊണ്ട് അവയെ ദൈവത്തോട് അപേക്ഷിക്കുന്നുവെങ്കിൽ, ദേശത്തിന് വരുത്തുന്ന ബാധകളെ കുറിച്ച് ദൈവം അനുതപിക്കും. ആ ബാധകളെ ദൈവം മാറ്റിത്തരും. എവിടെയാ? പ്രായശ്ചിത്തം ചെയ്യുവാൻ ചില അഹറോന്മാർ എഴുന്നേൽക്കട്ടെ. ഞാനും നിങ്ങളും അഹറോന്യ വംശത്തിൽ, പാരമ്പര്യത്തിൽ, അല്ലെങ്കിൽ അഹറോന്യ പിന്തുടർച്ചയിലുള്ള അതേ പുരോഹിത വർഗമാണെന്ന് നാം തിരിച്ചറിയണം. അതേ, വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമായി ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ചില അഹറോന്മാർ ഇടിവിൽ നിൽക്കുവാൻ, പ്രായശ്ചിത്തം ചെയ്യുവാൻ, ജനത്തിനു വേണ്ടി അത് എഴുന്നേൽക്കേണ്ട കാലഘട്ടമാണ്. രക്ഷിക്കപ്പെട്ട ദൈവജനം, തിരഞ്ഞെടുക്കപ്പെട്ട ദൈവജനം, അഭിഷിക്തന്മാർ ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിന്റെ അതേ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട്, ദൈവിക വിഷയങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട്, ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നാളുകളിൽ ഇടിവിൽ നിൽക്കുവാൻ, പ്രായശ്ചിത്തം ചെയ്യുവാൻ തക്കവണ്ണം തയ്യാറാകുന്നുവെങ്കിൽ, ജനത്തിനു വേണ്ടി നിൽക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, ചില ബാധകൾ ഈ ദിവസങ്ങളിൽ അവസാനിക്കുവാനിടയായി തീരും. അതുകൊണ്ട് ചില അഹറോന്മാർ, ചില മോശമാർ ദൈവത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുന്ന, അത് ഇടിവിൽ നിൽക്കേണ്ട കാലഘട്ടമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ, വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുമ്പോൾ, ഞാനും നിങ്ങളും മോശയെ പോലെ തിരഞ്ഞെടുത്തവർ, അഹറോനെ പോലെ തിരഞ്ഞെടുക്കപ്പെട്ട കർത്താവിന് വേണ്ടി അതേ പുതു നിയമത്തിന്റെ ശുശ്രൂഷകരായി ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് അതേ ജനത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കേണ്ട ദൗത്യം എനിക്കും നിങ്ങൾക്കും ദൈവം തന്നിരിക്കുകയാണ്. അതുകൊണ്ട് തിരുവചനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, മോശയോടും അഹരോനോടും അവരുടെ നടുവിൽ നിന്നും പുറപ്പെട്ടു പോരുവീൻ, വേർപ്പെട്ടിരിപ്പീൻ. യെശയ്യാ പ്രവചനത്തിന്റെ 51-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. അവരുടെ നടുവിൽ നിന്നും പുറപ്പെട്ടു പോരുവീൻ, അതേ പുറപ്പെട്ടു പോരുവീൻ, പുറപ്പെട്ടു പോരുവീൻ. നമ്മളറിയാം, 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവരുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടു പോരുവീൻ, അശുദ്ധമായതൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എനിക്ക് മക്കളുമായി അത് ഇരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. നിങ്ങൾ എനിക്ക് പുത്രന്മാരായിരിക്കും, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും എന്ന് അവരുടെ നടുവിൽ നിന്നും പുറപ്പെട്ടു പോരുന്നെങ്കിൽ, അശുദ്ധമായതൊന്നും തൊടാതിരിക്കുന്നെങ്കിൽ, ആരുടെ? കോരഹപുത്രന്മാരുടെ, കലഹിക്കുന്ന സഭകളുടെ, അതേ പാപം ചെയ്യുന്ന സഭകളുടെ നടുവിൽ നിന്നും, ദൈവജനത്തിന്റെ നടുവിൽ നിന്നും, അതിക്രമക്കാരുടെ, അതേ സാത്താനിയ ആരാധനക്കാരുടെ, പൈശാചിക വിഗ്രഹാരാധികളുടെ, മന്ത്രവാദികളുടെ, അഭിചാരകന്മാരുടെ, അതേ കലഹിക്കുന്ന, ഭിന്നിക്കുന്ന വക്രബുദ്ധിക്കാരുടെ നടുവിൽ നിന്നും, പാപജാതികളുടെ നടുവിൽ നിന്നും നിങ്ങൾ പുറപ്പെട്ടു പോരുവീൻ, അവരെ വിട്ടുപോരുവീൻ, പുറപ്പെട്ടു പോരുവീൻ, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് മകനും മകളുമായിരിക്കുവാൻ തക്കവണ്ണം ഇടയായി തരും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ
കോരഹിന്റെ മത്സരത്തിൽ നിന്നും നമുക്കൊന്ന് പുറപ്പെട്ടു വരാം. ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന അധികാരത്തിന് മുമ്പിൽ മത്സരിക്കാതെ, ദൈവം നിയോഗിച്ചിരിക്കുന്ന വ്യക്തികളുടെ മുമ്പിൽ മത്സരിക്കാതെ, അവരോട് പിറുപിറുക്കാതെ, അവർക്ക് വിരോധമായി നിൽക്കാതെ, ഈ ദിവസങ്ങളിൽ, അത് ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിന്റെ ഹിതമെന്തെന്ന് തിരിച്ചറിഞ്ഞ് വിട്ടുപോരേണ്ടതിനെ വിട്ടുപോരുവാൻ ജനം തയ്യാറാണെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയരെ, കോവിഡ്-19 രണ്ടാമത്തെ അതേ സെക്ഷനിലേക്ക് കടന്നിരിക്കുന്ന ഒരു കാലഘട്ടം ബ്രിട്ടനിൽ പൊട്ടിപ്പുറപ്പെട്ട, അല്ലെങ്കിൽ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്ന ന്യൂസ് നമ്മൾ കണ്ടല്ലോ. ഈ കാലഘട്ടങ്ങളിൽ ഏത് മഹാമാരിയും കെട്ടടങ്ങണമെങ്കിൽ മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടോ, മനുഷ്യന്റെ ബുദ്ധികൾ കൊണ്ടോ, മനുഷ്യന്റെ പാരമ്പര്യങ്ങൾ കൊണ്ടോ, മനുഷ്യന്റെ ഡിഗ്രികൾ കൊണ്ടോ കഴിയുന്നില്ല എന്ന് കോവിഡ് നമ്മൾ തെളിയിച്ചില്ലേ? അതുകൊണ്ട് ഇതിനെല്ലാം പരിഹാരം വരണമെങ്കിൽ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ: ദൈവം മനസ്സലിയുവാനിടയായി തീരണം. അതുകൊണ്ട് അഹറോൻ മോശ പറഞ്ഞതുപോലെ അവർക്ക് വേണ്ടി ഇടിവിൽ നിന്നപ്പോൾ, പ്രായശ്ചിത്തം കഴിഞ്ഞപ്പോൾ അവരുടെ ബാധ അവസാനിച്ചു, സ്വസ്ഥമായി തീർന്നു. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ, ഈ നാളുകളിൽ ചില മോശമാർ, ചില അഹ്റോന്മാർ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടിവിൽ നിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ ദേശത്തിന് വേണ്ടി, ലോക രാജ്യങ്ങൾക്ക് വേണ്ടി, ജനത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ നമുക്ക് ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ നടുവിൽ നിന്നും പുറപ്പെട്ട് വേർപ്പെട്ടിരിപ്പാൻ ദൈവജനത്തോട് ദൈവം ബുദ്ധി ഉപദേശിക്കുമ്പോൾ, ദുഷ്ടന്റെ കരങ്ങളിൽ വീഴാതെ തങ്ങളെ തന്നെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ, നാം ആ പാപ സ്വഭാവത്തിൽ വീഴാതെ, ദൈവകോപത്തിന് അടിമപ്പെടാതെ നമ്മളെ തന്നെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിന്റെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കടകളെ ദൈവത്തിന് അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ കേൾക്കപ്പെട്ട കർത്താവിന്റെ തിരുവചനത്തിന് മുമ്പിൽ ഞങ്ങളെ ഏൽപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല തിരുവചന ഭാഗങ്ങൾക്ക് നന്ദി. ഇന്ന് രാത്രിയിൽ വചനത്തിന് മുമ്പിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നതാണ്. കോരഹിന്റെ മത്സരത്തെ പോലെ, ആ സഭയുടെ മത്സരത്തെ പോലെ മത്സരബുദ്ധികളായി നശിച്ചു പോകാതെ നിത്യജീവനിൽ കർത്താവിന് വേണ്ടി വിശ്വസതയോടെ നിൽപ്പാനുള്ള കൃപ മക്കളായ ഞങ്ങൾക്ക് വേണ്ടി ദൈവം നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് വേണ്ടി ഇടിവിൽ നിൽപ്പാനുള്ള ദൈവകൃപ മക്കളായി ഞങ്ങളുടെ മേൽ പകരണമേ. കർത്താവ്, ഈ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണെന്നതാ. കർത്താവ്, ലോകത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് വിവിധ മീഡിയകളിലൂടെ ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ ജനത്തെ ഞാൻ ഈ സമയം അനുഗ്രഹിക്കുന്നതാ. ഈ ദിവസങ്ങളിൽ ഇടിവിൽ നിൽക്കേണ്ട വിഷയത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, ഇടിവിൽ നിൽക്കേണ്ടാത്ത വിഷയത്തിന് വേണ്ടി നിൽക്കാതിരിക്കുവാൻ, കർത്താവെ, വിട്ടുപോരേണ്ട മണ്ഡലങ്ങളിൽ വിട്ടുപോരുവാൻ, വേർപ്പെട്ടിരിക്കേണ്ടത് വേർപ്പെട്ടിരിക്കുവാൻ, വിശുദ്ധിയിലും വിശ്വാസത്തിലും ഉറച്ചു നിൽപ്പാൻ അവിടുത്തെ ജനത്തിന് കൃപ നൽകണമേ. അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ജനത്തെ സമർപ്പിക്കുന്നു. വിശ്വാസത്തിൽ ഞങ്ങളുടെ ജനത്തെ ഉറപ്പിക്കണമേ. തിരുനാമം മഹത്വമെടുക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളുടെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ലോകവ്യാപകമായി വ്യാപരിക്കുന്ന ബാധകളിൽ നിന്ന്, മഹാമാരിയിൽ നിന്നും ഈ ദേശം വിടുവിക്കപ്പെടുവാൻ, ഞങ്ങളുടെ രാജ്യം രക്ഷിക്കപ്പെടുവാൻ, കർത്താവേ, ഞങ്ങളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഇടിവിൽ നിൽക്കുന്നു. ഞങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളിതിനെ സമർപ്പിക്കുന്നു. രാജ്യത്തോട് കരുണ കാണിക്കണമേ. ഈ ശബ്ദം കേൾക്കുന്ന ജനത്തോട് മനസ്സലിയണമേ എന്നതാണ്. തിരുനാമം മഹത്വമെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് മറുപടി നൽകിയ ദൈവത്തിന് നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ സമയം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലോ വാട്സാപ്പ് നമ്പറിലോ എഴുതി അറിയിക്കാൻ മടിക്കരുത്. ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ നിങ്ങൾക്ക് ഈ സന്ദേശം ഇഷ്ടമായെങ്കിൽ, അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. അനേക ഗ്രൂപ്പുകളിലേക്കൊന്ന് പാസ് ചെയ്യുക. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നാളെ രാത്രി നമ്മൾ ഒരുമിച്ച് കണ്ടുമുട്ടുന്നത് വരെയും നമ്മുടെ കർത്താവ് നമ്മളോട് കൂടെ ഇരുന്ന് സകല സത്യത്തിൽ നമ്മളെ വഴി നടത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.